CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ജനജീവിതത്തെ സാരമായി വലച്ച് സ്വകാര്യ ബസ് സമരം, പെരുവഴിയിൽ വലഞ്ഞ് യാത്രക്കാർ. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ദേശീയ പണിമുടക്ക്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരം. ചൂണ്ടലിൽ എക്സൈസിന്റെ കഞ്ചാവ് വേട്ട. കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടെ ചൂണ്ടൽ സെന്ററിൽ നടന്ന വാഹന പരിശോധനയ്ക്കിടെയാണ് 1.2 കിലോ കഞ്ചാവുമായി 2 പേരെ കുന്നംകുളം എക്സൈസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത്. വിവിധ വിദ്യാലയങ്ങളിൽ വൈക്കം മുഹമ്മദ് ബഷീർ ദിനാചരണം സംഘടിപ്പിച്ചു. എരുമപ്പെട്ടി അക്കിക്കാവ് റോഡിൽ തിപ്പിലിശ്ശേരി സെന്ററിന് സമീപം പെട്ടി ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. പുന്നയൂർക്കുളം പുന്നൂക്കാവ് അംഗനവാടിയിലേക്കുള്ള വഴി വെള്ളവും ചെളിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. കടപ്പുറം ഗവൺമെന്റ് ആശുപത്രിയുടെ ദുരിതപൂർണമായ അവസ്ഥയ്ക്ക് കാരണം NK അക്ബർ MLA-യുടെ തീരദേശത്തോടുള്ള അവഗണനയെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് തെരുവത്ത് കുറ്റപ്പെടുത്തി. എരുമപ്പെട്ടി പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും മിനിമാസ് ലൈറ്റുകളും തെരുവിളക്കുകളും പ്രകാശിക്കാത്തതിൽ അറ്റകുറ്റപ്പണി നടത്താൻ നടപടി സ്വീകരിക്കാത്ത LDF പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിലും കോൺഗ്രസ് മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കർഷക സംഘം മണത്തല മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കം കുറിച്ചു. കടവല്ലൂർ പഞ്ചായത്തിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ബോട്ടിൽ ബൂത്തുകളിൽ കുപ്പികൾ നിറഞ്ഞു കവിയുന്നു. ഗുരുവായൂർ നഗരസഭയുടെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ മതിയായ പുരുഷ തെറാപ്പിസ്റ്റുകളില്ല. ചികിത്സ മുടങ്ങി രോഗികൾ ദുരിതത്തിൽ. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ വായന പക്ഷാചരണത്തിന്റെ സമാപനം സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ 11ാം വാർഡിൽ പുതുതായി പണികഴിപ്പിച്ച നവജീവൻ റോഡ് നാടിന് സമർപ്പിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മർച്ചന്റ് അസോസിയേഷൻ പഴഞ്ഞിയിലെ പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വായന പക്ഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കണ്ടാണശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഐവിദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. ഓൾ കേരള കാർപ്പന്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ വാർഷിക യോഗവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നടത്തി. പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച പാഴ്പുതുക്കം കരകൗശല പ്രദർശനം ശ്രദ്ധേയമായി. ന്യൂസ് ഏജന്റ്സ് വെൽഫെയർ അസോസിയേഷൻ കുന്നംകുളം മേഖല 15ാമത് വാർഷിക സമ്മേളനം നടത്തി. കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ നടത്തിയ വായന പക്ഷാചരണം സമാപിച്ചു. കരിക്കാട് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യബോധവൽക്കരണവും മെഡിക്കൽ ക്യാമ്പും നടത്തി. മഴക്കാല പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ടാണശ്ശേരി പഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കണ്ടാണശ്ശേരിയിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. ചെമ്മണ്ണൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാദര ചടങ്ങ് സംഘടിപ്പിച്ചു. 90ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രൊഫസർ ഇ മുഹമ്മദിനെ ആദരിച്ചു. കേരളത്തിൽ നിന്നുള്ള ആദ്യകാല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമാരിൽ ഒരാളായ സൈക്കോ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പിലാവ് പുഞ്ചിരിക്കാവ് സ്വദേശി പ്രൊഫസർ ഇ മുഹമ്മദിനെയാണ് തൃശൂർ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ ഖുർആൻ വാരത്തിന് ആരംഭം കുറിച്ചു. സദ്ഗമയ സാംസ്കാരിക സേവാ സമിതി പനന്തറയുടെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച കുട്ടികളെ ആദരിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.